Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ തല്ലിയാണ്ട് പൊളിക്ക്. എന്തായാലും നമ്മളെ ചാനൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വാച്ചിങ് ഹവർ ആവാനുണ്ട്. ആ വാച്ചിങ് ഹവർ ആയതിനു ശേഷം പിന്നെ റവന്യൂ വരുന്നതാണ്. അപ്പോൾ അതൊരു സന്തോഷപ്പെട്ട വാർത്തയും കൂടെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ അധികം ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കിടക്കല്ലേ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കാൾപൈ അണ്ണന്റെ പുതിയ സീരീസ്, അതായത് നത്തിങ്ങിന്റെ 4 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിലൊരു 4A എന്ന് പറയുന്ന മോഡല് ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൽ ഇച്ചിരി മാറ്റം വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ UFS സിസ്റ്റം ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. അതായത് 3.1 ആണ് UFS വന്നിട്ടുള്ളത്. UFS എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഫ്ലാഷ് സിസ്റ്റം, ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡും പിന്നെ അതേപോലെ സോഫ്റ്റ്വെയർ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി ആവാനാണ് സാധ്യത ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ റാമിൻ്റെ കാര്യത്തിലൊക്കെ വില കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. കാരണം AI ആണ് കാരണം. അതുകൊണ്ട് ഫോണുകളുടെ വില കൂടാനും സാധ്യതയുണ്ട്. 4 സീരീസിന് വീണ്ടും വില കൂട്ടുമെന്നാണ് പറയണത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് കാൾപൈ അണ്ണൻ പറയുന്ന ഒരു അപ്ഡേറ്റും കൂടെയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു റിമൈൻഡർ തരാണ്. ഇനി 2025 മുതൽ ഫോണുകളുടെ വില കുതിച്ച് കയറാണ്, സ്കൈ റോക്കറ്റിംഗ് ആവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഫോൺ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയിട്ട് ഫോൺ മേടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ കമ്പനികളുടെയും സെഗ്മെന്റ് ഫോൺസുകളുടെ പ്രൈസ് റേഞ്ച് കൂടാൻ പോവാണ് ഡ്യൂ ടു AI. ആ ഒരൊറ്റ കാരണത്താൽ വില കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, പോയിട്ട് ഫോണ് ഇപ്പോൾ തന്നെ പോയിട്ട് ഫോൺ മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റിയൽമിയുടെ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഒരു അൾട്രാ സ്മാർട്ട് ഫോണാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഒരു രക്ഷല ബാറ്ററി ബാക്കപ്പ്. നമ്മുടെ പവർ ബാങ്കിനടക്കം വരെ റീപ്ലേസ് ചെയ്യുന്ന ലെവലിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റിയൽമിയുടെ P4 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ്. ഇതിന്റെ ബാറ്ററി എത്രയാണെന്ന് അറിയാം? സത്യാവസ്ഥ പറയാലോ നിങ്ങളോട്, 11,001 mAh ബാറ്ററി ബാക്കപ്പ് ആണ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നത്. അതും കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി. പിന്നെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു കിഡിലോൾസ്കി സ്പെക്കും കൂടിയാണിത്. ഇത് 6.7 ഇഞ്ചിന്റെ AMOLED സ്ക്രീൻ, 144 Hz റിഫ്രഷ് റേറ്റ്, LTPO ഡിസ്പ്ലേ, പിന്നെ 80 വാട്ട്സിന്റെ ചാർജറാണ് ബോക്സിന്റെ ഉള്ളിൽ വരാൻ പോകുന്നത്. ഫോണിന് സപ്പോർട്ട് ചെയ്യുന്നതും അതും 80 വാട്ട്സ് ആണ്. പിന്നെ 27 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് അടക്കം ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മൈക്ക് ഉണ്ടല്ലോ, ലാവിയർ Mark 2 മൈക്ക് നമുക്ക് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതും ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എയർപോഡ്സ് ഉണ്ടെങ്കിൽ അതും റിവേഴ്സ് ചാർജിങ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതാണ്. പിന്നെ പ്രോസസ്സർ ആണെങ്കിൽ അടിപൊളി പ്രോസസ്സറും കൂടെ ഡിമെൻസിറ്റിൻ്റെ 7400 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ UFS ആണെങ്കിൽ 3.1 ആയിരിക്കും വരിക. പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ്, അതായത് 144 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഈ റിയൽമി P4 പവർ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേയും കൂടിയാണ്. ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഇത് ഇന്ത്യയിൽ ജാനുവരി 29 ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഗ്രാബ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു വാല്യൂ ഫോർ മണിയും കൂടിയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. 2026 ഏറ്റവും ഹൈ ബാറ്ററി ബാക്കപ്പ് ഉള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ നിലവിൽ റിയൽമിയുടെ P4 പവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. പോയിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും 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 പറയാനുള്ളത്.
റെഡ് മാജിക്കിന്റെ 11 എയർ ജാനുവരി 20 ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചൈനയിലാണ് ലോഞ്ചിങ്. ഇതൊരു ട്രൂലി ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് ഫോണും കൂടിയാണ്. സ്നാപ്ഡ്രാഗന്റെ 8 ജെൻ ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതൊരു 24 GB റാം, LPDDR5X, UFS 4.1 ആയിരിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ. 4.0 ആയാലും 4.1 ആയാലും ഇറ്റ്സ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇത് 7000 mAh ബാറ്ററി, പിന്നെ ഇത് 6.8 ഇഞ്ചിന്റെ AMOLED സ്ക്രീൻ, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും LTPO ഡിസ്പ്ലേയും കൂടിയാണ്. അതും 144 ഹെർട്സ് LTPO. പിന്നെ പറയാനില്ലല്ലോ, വേറെ ലെവൽ സാധനമാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ ഉള്ളിൽ ബിൽറ്റ് ഇൻ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം കൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് ഗെയിമിങ്ങിന് മാത്രമാണ് ഈ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം. സോറി ഗൈസ്, കൂളിംഗ് സിസ്റ്റം. അതും 4D കൂളിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത്. ഈ റെഡ് മാജിക്കിന്റെ 11 എയർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ ഇറങ്ങാൻ പോകുന്നത്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഒരു ചെറിയൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് ആണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇറ്റ്സ് ഗ്രേറ്റ് സ്മാർട്ട് ഫോൺ എന്ന് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ തന്നെ എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. നിങ്ങളോട് ഗ്രേറ്റ് മോഡലാണ്. പക്ഷെ ഇത് ചൈനയിൽ മാത്രമാണ് ഇതിന്റെ ലോഞ്ചിങ് നടക്കുന്നത്. റിയൽമിയുടെ 16 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് അടുത്ത മാസം ഫെബ്രുവരിയിൽ ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫോൺ എക്സാക്ട്ലി ലുക്സ് ലൈക്ക് ഐഫോൺ എയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു 6.5 ഇഞ്ചിന്റെ AMOLED സ്ക്രീൻ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, പിന്നെ ഡിമെൻസിറ്റി ആണെങ്കിൽ 6400 ടർബോ എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ UFS പ്രഖ്യാപിച്ചിട്ടില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ ഇതൊരു UFS 2.2 ആവാനാണ് സാധ്യത. പിന്നെ LPDDR4X റാമൊക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇത് 7000 mAh ബാറ്ററി, പിന്നെ ഇത് 60 വാട്ട്സിന്റെ ചാർജർ, പിന്നെ 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ റിയൽമി 16 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റെൻഡർ ഞാൻ ഇതിലിടാം. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം. പക്ഷെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. ഓളറിന്റെ മാജിക് 8 Pro എയർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ മാസമാണ് അതിന്റെ ലോഞ്ചിങ്. ലുക്സ് ലൈക്ക് ആൻ വീണ്ടും ഐഫോൺ 17 എയറിൽ ഒരു സിംഗിൾ ക്യാമറ ഉണ്ടെങ്കിൽ ഇതിലൊരു 3 ക്യാമറകളാണ് ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ പ്രോസസ്സറിൽ വരുമ്പോൾ ഇതൊരു ഡിമെൻസിറ്റിന്റെ 9500 എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പോരാത്തതിന് UFS ആണെങ്കിൽ 4.1, LPDDR5X റാം, പിന്നെ 5500 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ്. പിന്നെ ഇത് സ്ലിം ഫോണും കൂടെയാണ്, അതുകൊണ്ടാണ് ഇതിന് 5500 mAh ബാറ്ററി ഇടുന്നത്. പിന്നെ ഇതൊരു 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് LTPO ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതൊരു 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതൊരു 1 TB സ്റ്റോറേജും 16 GB റാമാണ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതിൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്കിതിൽ നിസ്സംശയമാണ്. ചിലപ്പോൾ ഇതിൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഗ്രേറ്റ് ഫോൺ എന്ന് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റും. കാരണം ഡിമെൻസിറ്റി 9500 ആണല്ലോ, അതുകൊണ്ട് ഇറ്റ്സ് ഗ്രേറ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റും. ബൈപ്പാസ് ചാർജിങ് ഒഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രക്കും ഹൈ എഫിഷ്യൻസി, ഹൈ ക്വാളിറ്റിയുള്ള ഒരു ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഡിമെൻസിറ്റി 9500 ഈ ഹോണറിൻ്റെ മാജിക് 8 Pro എയറിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു ചൈനീസ് വെർഷനിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. പ്ലസിന്റെ 15Tന്റെ ഒരു റൂമർ ഇങ്ങനെ അവിടെ ഇവിടെ അല്ലാണ്ട് ഇങ്ങനെ പരന്നിങ്ങനെ നടക്കണുണ്ട്. കിടുക്കാച്ചി സ്പെക്കാണ് കേട്ടോ പറയാനുള്ളത്. റൂമർ വെച്ച് നോക്കുമ്പോൾ
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗണിന്റെ 80 ലൈറ്റ് Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ UFS ആണെങ്കിൽ 4.1 LPDDR5X റാം, 16GB റാമാണ് വരാൻ പോകുന്നത്. പിന്നെ 7000 mAh ബാറ്ററി. പിന്നെ ചാർജിങ് സ്പീഡ് ആണെങ്കിൽ നമുക്ക് ഈ 80 വാട്ട്സ് ആയാലും 90 വാട്ട്സ് ആയാലും 120 വാട്ട്സ് ആയാലും ദാറ്റ് ഡസൻ മാറ്റർ ടു ദിസ് ബ്ലഡി ഗായ്. പിന്നെ ഇത് 165 ഹേർട്സിന്റെ റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും LTPO ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് 1.5K റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊരു ഹാസൽബ്ലാഡിന്റെ ക്യാമറ ഇല്ലാത്ത OnePlusന്റെ 2025-ലെയും 2026-ലെയും സ്മാർട്ട് ഫോണായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹാസൽബ്ലാഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്വീഡിഷ് കമ്പനിയാണ്. അവർ വലിയൊരു ഹൈ പ്രൊഫഷണൽ മിറർലെസ്സും അല്ലെങ്കിൽ ഈ മീഡിയം ഫോർമാറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ. അതിപ്പോൾ നിലവിൽ ആ ഒരു ട്യൂണിങ് ഇല്ല. ഇപ്പോൾ OnePlus ടോട്ടലായിട്ട് ഒരു ഡിഫറെൻറ്റ് സെക്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് സെക്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് 165 ഹേർട്സ് റിഫ്രഷ് റേറ്റ് എന്തായാലും ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു 165 ഹേർട്സ് പർട്ടിക്കുലർ ഗെയിംസിന് മാത്രമേ 165 വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 120 ഹേർട്സിൽ വർക്ക് ചെയ്യും. പിന്നെ ചില പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് 165 വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിൽ 120 ഹേർട്സ് റിഫ്രഷ് റേറ്റ് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ PUBG, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 165ലേക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ചില ഗെയിംസുകളിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കണം, അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് എക്സ്ട്രീം സെറ്റിങ്ങിൽ ഇത് 120 സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ 165 വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ മേടിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ ഫോണില്ല. അതുകൊണ്ട് കൈൻഡ് ഇൻഫോർമേഷൻ നിങ്ങളിത് മനസ്സിൽ കരുതി വെക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു 165 ഹേർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന OnePlusന്റെ രണ്ടാമത്തെ ഫോണാണ് ഈ OnePlus 15T. ഇതൊരു റൂമറാണ്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതികളിലും പിഞ്ച് ആൻഡ് സോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തേക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. ഒരുപാട് യൂസേഴ്സ് ഇപ്പോൾ ഹൈ യൂസേജ് കൊണ്ട്, 4Gന്റെ ഹൈ യൂസേജ് കൊണ്ട് ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സും കസ്റ്റമേഴ്സും 5G നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രക്കും ഹെവി യൂസേജാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിൽ ജിയോ, ഐഡിയ, റിലയൻസ് പോലത്തെ യൂസേഴ്സ് നിലവിൽ 4G ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഇപ്പം കൺവേർട്ട് ചെയ്യണം 5Gയിലേക്ക്. ഇപ്പോൾ അവരൊരു എസ്റ്റിമേഷൻ കണക്ക് അവർ ഇപ്പോൾ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 മില്യൺ സബ്സ്ക്രൈബേഴ്സ് 4Gയിൽ നിന്ന് 5G നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. അതൊരു നല്ലൊരു സൈനും കൂടെയാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ 5G നെറ്റ്വർക്ക് പ്രസൻ്റ്ലി റണ്ണ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും 5G നെറ്റ്വർക്ക് ഈസ് ഗ്രേറ്റ് ആണ്. അതൊരു നല്ലൊരു സൈനാണ്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് തല്ലി പൊളിക്കുക. പിന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം. ഗൂഗിളും ജെമിനിയും കൂടിയിട്ട് ഒരു പുതിയൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജെമിനിയും ഗൂഗിളും തമ്മിലും നമ്മളുടെ ഡാറ്റകളെ വെച്ചിട്ട് കോൺവെർസേഷൻ ചെയ്യാവുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇത് ഏതിലൊക്കെയാണ് വരാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ജിമെയിൽ, രണ്ട് ഗൂഗിൾ ഫോട്ടോസ്, പിന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും നമുക്ക് ജെമിനിനായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജിമെയിലിൽ നമ്മളൊരു ജിമെയിലിൽ എന്തെങ്കിലും ഒരു മെയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജെമിനിനായിട്ട് അതിനായിട്ടൊരു കോൺവെർസേഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ജെമിനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സജഷനും തരും. അതേപോലെ അത്
കോൺവെർസേഷൻ നമ്മളെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും. അപ്ഡേറ്റ് കേട്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു, ഒരു ടെക് എന്നുള്ള രീതികളിൽ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് താല്പര്യമില്ല എൻ്റെ പേഴ്സണൽ ഫോട്ടോ വെച്ചിട്ട് ജെമിനിനായിട്ട് കോൺവെർസേഷനും ചെയ്യാനും, പിന്നെ അതേപോലെ ഗൂഗിൾ ഫോട്ടോസും താല്പര്യമില്ല, ജിമെയിലിനോടും എനിക്ക് താല്പര്യമില്ല. പക്ഷെ യൂട്യൂബിനോട് എനിക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് എൻ്റെ ചാനലിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ജെമിനിനായിട്ട് സംസാരിച്ചിട്ട് അതിനോട് എനിക്ക് താല്പര്യമുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ കാര്യത്തിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല എൻ്റെ പേഴ്സണൽ ജിമെയിലായിട്ട് ഗൂഗിൾ ജെമിനിനായിട്ട് കോൺവെർസേഷൻ ചെയ്യാനും എൻ്റെ ഫോട്ടോസും ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ കമൻ്റ് ഒന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ പോലും ഞാനൊരു പേഴ്സണൽ സജഷൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഫ്രം ഓഡിയൻസ്. അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ ഡാറ്റാബേസ് ജെമിനിനായിട്ട് ഷെയർ ചെയ്യാനും കോൺവെർസേഷൻ ചെയ്യാനും? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക. ഹോണറിൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് വാച്ച് ഇറങ്ങാൻ പോകുന്നുണ്ട്. ചൈനയിലാണ് അതിൻ്റെ ലോഞ്ചിങ്. ഹോണർ GS5 എന്നാണ് ഈ ഒരു വാച്ച് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു ഹെൽത്ത് ഓറിയന്റഡ് സ്മാർട്ട് വാച്ചും കൂടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. 23 days ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. പിന്നെ IP68 580M 1.3 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീൻ. ഇതൊരു വട്ട ഷേപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഒരു സർക്കുലർ ഷേപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്ലീപ്പ് ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൽ REM സ്ലീപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ HRV ഉണ്ട്, ഹാർട്ട് റേറ്റ് വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് വേരിയൻ്റ് ഉറക്കത്തിൽ വരെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ അപ്നിയ ഉണ്ട്. അപ്നിയനെ കുറിച്ചിട്ട് ഞാനൊന്നും കൂടുതൽ പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇത് 120+ സ്പോർട്സ് മോഡ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഇതിലുണ്ട്, ഇതിൽ ഹിബ്രിലിയേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിനെ ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് സ്കിപ്പ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ അറിയാൻ പറ്റും. അതൊരു നല്ലൊരു തീരുമാനമാണ് ഹോണർ എടുത്തത്. ദാറ്റ്സ് എ ഗ്രേറ്റ് അറ്റംപ്റ്റ്. ഈ ഹിബ്രിലിയേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറിനെ കുറിച്ചിട്ട് ചോദിക്കുക. ആ ഡോക്ടർ നിങ്ങൾക്ക് ഈ ഹിബ്രിലിയേഷനെ കുറിച്ചിട്ട് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതിലൊരു ഉത്തമ ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മൾ ഈ സ്കിപ്പിങ്, ഹാർട്ട് ബീറ്റ് സ്കിപ്പിങ് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു എന്തെങ്കിലും സ്ട്രെസ്സ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ ഹാർട്ട് ബീറ്റ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് ഈ ഒരു വാച്ചിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HRV സ്ലീപ്പിങ്ങിലും ഹാർട്ട് റേറ്റ് വേരിയൻറ്റ് അറിയാൻ പറ്റുന്നത് അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഈ ഒരു വാച്ച് ചൈനയിലാണ് ലോഞ്ച് ചെയ്യുക. 26, 28 അല്ലെങ്കിൽ ആ ഒരു തീയതികളിലായിരിക്കും ഈ ഒരു വാച്ച് ഇറങ്ങാൻ പോകുന്നത്. ബാറ്ററി ബാക്കപ്പ് ഈസ് ഗ്രേറ്റ്. പിന്നെ ബാക്കിയുള്ള എല്ലാ മോഡലുകളും ഈ ഒരു വാച്ചിനുണ്ട്. കാരണം ഇത് ഹുവാവി ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഗ്രേറ്റ് വാച്ച് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. എത്ര ആൾക്കാർ ഹുവാവി വാച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലും ഒന്ന് രേഖപ്പെടുത്താം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതൊരു ടെക് ന്യൂസ് കിടക്കാൻ പോകുന്നതാണ്. 2026 ഏറ്റവും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ടെക് ന്യൂസും കൂടെയാണ് പറയാൻ നിൽക്കുന്നത്. അതും മോട്ടറോളയുടെ കാര്യത്തിലാണ് പറയാൻ നിൽക്കുന്നത്. മോട്ടറോളയുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് മറ്റന്നാൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്മാർട്ട് ഫോണും കൂടിയാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്മാർട്ട് ഫോണും കൂടിയാണ്. ഞാൻ ഇതുവരെയായിട്ടും മോട്ടറോളയ്ക്ക് ഇങ്ങനെ ഒരു ഹൈപ്പ് ഞാൻ കൊടുത്തിട്ടില്ല. അത് എൻ്റെ ഒരു പരമസത്യമാണ്. പക്ഷെ ഇപ്രാവശ്യം സ്പെക്കൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സ്മാർട്ട് ഫോൺ ആണെന്നുള്ള കാര്യത്തിൽ
ഞാൻ ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സ്പെക്കിലേക്ക് കണ്ട് കടന്നു കഴിഞ്ഞാൽ ഇതൊരു 6.8 ഇഞ്ചിൻ്റെ LTPO ഡിസ്പ്ലേയുടെ അതും 144 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 5200 mAh ബാറ്ററി, അതും കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ്. പിന്നെ ഇത് LPDDR5X റാം, 16 GB റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ UFS ആണെങ്കിൽ 4.1, ഇത് 512 GB അല്ലെങ്കിൽ 1 TB സ്റ്റോറേജ് വെച്ചിട്ടും വൈസ് വെർസൽ ഇത് ഇറങ്ങാനും സാധ്യത ഉണ്ട്. പിന്നെ ഇതൊരു 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇത്. പിന്നെ അതും LTPO ഡിസ്പ്ലേ ആണ്, അതും 6.8 ഇഞ്ചിൻ്റെ OLED ആണ്. പിന്നെ പാൻഡോണിൻ്റെ കളർ കാലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ 4K നമുക്ക് 120 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ 80 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ 50 വാട്ട്സ് വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ചെയ്യാം, അതൊരു 15 വാട്ട്സിലാണ് നമുക്ക് റിവേഴ്സും ചെയ്യാനും പറ്റും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ അത് സ്ലിം ബാറ്ററിയും കൂടിയാണ്. 5200 കാർബൺ സിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് തിങ് ആണ്, ഒരു നഫ്റ്റി തിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. പിന്നെ ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണാണ്. എന്തിലാണെന്നറിയോ, എന്ത് സെഗ്മെന്റിലാണെന്നറിയോ? വീഡിയോയിൽ ഇതൊരു ലോ ലൈറ്റ് വീഡിയോയിൽ ഏറ്റവും ക്യാമറ സെൻട്രിക് ഫോണാണ് ഈ മോട്ടറോളയുടെ സിഗ്നേച്ചർ. ഒരുപാട് ഇന്ത്യൻ വീഡിയോഗ്രാഫേഴ്സ് ഇത് വെച്ചിട്ട് വീഡിയോ ഇട്ട ഡീറ്റെയിലിങ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡോൾബി വിഷൻ്റെ 8K നമുക്ക് 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സാമ്പിൾ ഫൂട്ടേജ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. നെട്ടിപ്പോവും. 23-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. UAEയിലാണെങ്കിൽ ഇത് അടുത്ത മാസമാണ് ഇതിൻ്റെ ലോഞ്ചിങ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദിസ് ബ്ലഡി ഗായ് ടു സീ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, ദാറ്റ്സ് എ ഗ്രേറ്റ് പോസിറ്റീവ് റിസൾട്ടാണ്. 7 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ കേട്ട ഒരു റൂമർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു മോട്ടറോളയുടെ പ്രൊമോട്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഫ്രീ ഡോർ ടു ഡോർ റിപ്പയറിംഗ് സർവീസ് വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അത് പോരാണ്ട് ഇപ്പം നമ്മുടെ ഫോൺസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് മോട്ടറോളയുടെ സിഗ്നേച്ചറിന് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരൊരു സ്പെയർ ഫോൺ തരും, താൽക്കാലികം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതികളിൽ അവരൊരു സ്പെയർ ഫോൺ തന്നിട്ട് നമുക്ക്, അതിപ്പോൾ ഒരാഴ്ചയാണ് സമയം പറയുകയാണെങ്കിൽ ആ ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം, സ്പെയർ ഫോൺ. എന്നിട്ട് ഈ ഒരു മോട്ടറോള സിഗ്നേച്ചർ റിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോൺ കിട്ടിയതിന് ശേഷം നമുക്ക് തിരിച്ച് ഈ സ്പെയർ ഫോൺ മോട്ടറോളക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുമായിട്ടാണ് ഇപ്പോൾ മോട്ടറോള നിലവിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. ഇതുവരെയായിട്ട് ആരും പറയാത്തൊരു കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫോണാണ് വീഡിയോൻ്റെ കാര്യത്തിൽ, യാതൊരു രീതിയിലും ഒരു നിസ്സംശയം വേണ്ട. ഇറ്റ്സ് ആ ഗ്രേറ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊരു സിനിമാറ്റിക് വീഡിയോ ഫൂട്ടേജിന് പറ്റിയ ഒരു ഫോണാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പിന്നെ പ്രോസസ്സർ ആണെങ്കിൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS 4.1 പിന്നെ LPDDR5X റാം ഒക്കെയാണ് ഇതിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് താല്പര്യപ്പെടാം. പിന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ ഒരു ഫോൺ എടുക്കാം. വേറെ ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യാനില്ല. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഗ്രേറ്റ് ഫോൺ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വീണ്ടും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.